എല്ലാവർക്കും സുഖമാണല്ലോ? എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു സേമിയ പായസം ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നത്, നമുക്ക് പ്ലീസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുത്താൽ ഞാൻ ഡെയിലി ഇരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത്, അതിലിടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചു. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് സേമിയ. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്ര വേണം അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു കപ്പിന് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. കണ്ടില്ല, അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് പാലടപ്പ വെച്ച് ഞാൻ 1 ലിറ്റർ പാൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാൽ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പം പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സേമിയ നന്നായിട്ട് വേണം. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പാലും സേമിയ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് പായസം റെഡിയാവും. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. കണ്ടില്ല, അപ്പോൾ സേമിയ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പഞ്ചസാര കുറച്ച് ചേർക്കുന്നുള്ളൂ, കാരണം ഇതിനകത്ത് വേറെ 1-2 ഐറ്റം കൂടെ ചേർക്കാനുള്ളത് കൊണ്ട് മധുരമുള്ള സാധനങ്ങൾ 1-2 ഐറ്റം കൂടെ ചേർക്കണം. അപ്പോൾ ഞാൻ പഞ്ചസാര കുറവേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കട്ടിയായി, കുറച്ച് പാലൂടെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച പാലൊക്കെ നന്നായിട്ട് കുറുകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൽക്ക്മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇതിനൊരു 1/2 ടിന്ന് മിൽക്ക്മെയ്ഡ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അത് ഞാൻ 1/2 ടിന്ന് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഒഴിക്കാം. ഇനി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിൽക്ക്മെയ്ഡിനൊക്കെ നല്ല മധുരം ഉള്ളത് കൊണ്ട് പഞ്ചസാര നിങ്ങൾ നോക്കി വേണം ചേർക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത് ഒരു 1/4 കപ്പോളം ബദാം പൗഡർ. എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എങ്ങും കട്ടയൊന്നുമില്ല, നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ലാസ്റ്റ് ഒരു 1-2 ഐറ്റം കൂടി ചേർക്കാനുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത്. എന്നിട്ട് അതുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞൊരു പാൻ അടപ്പ് വെച്ചു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഈ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. അപ്പം നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. കണ്ടില്ല, അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡി ചെയ്ത പായസത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടില്ല, അപ്പോൾ എത്ര സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമ്മൾ സേമിയ പായസം ഉണ്ടാക്കിയെന്നുണ്ടല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വാല്യുബിൾ കമൻറ്റ്സ് ഇടുക. അപ്പോൾ നാളെ നമ്മൾ രുചികരമായ പുതിയ വീഡിയോയും പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ ടേക്ക് കെയർ, ബൈ.